മണപ്പുള്ളിക്കാവ് വേലമഹോത്സവത്തിന്റെ ഭാഗമായി പടിഞ്ഞാറയ്യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ ഫെബ്രുവരി 13-ന് പ്രതിഷ്ഠാദിന മഹോത്സവവും 14-ന് കൊടിയേറ്റവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വേലിക്ക് കൊടിയേറ്റം നടക്കുന്നതോടെ പടിഞ്ഞാറയ്യാക്കരയും പരിസര പ്രദേശങ്ങളും ഉത്സവ ദിനങ്ങളിലേക്ക് മാറും. മുട്ടിക്കുളങ്ങര, കൊപ്പം, വടക്കന്തറ, പുതുപ്പെരിയാരം തുടങ്ങിയ ദേശങ്ങൾ കൂടി മണപ്പുള്ളിക്കാവ് വേലിയുടെ ഭാഗമാവും. 21-ന് ദീപാലങ്കാരം തെളിയുന്നതോടെ 25 വരെ കലാസാംസ്കാരിക സന്ധ്യകൾ ഉണ്ടാവും. 24-ന് പ്രസീത ചാലക്കുടിയും 26-ന് വിനീത് ശ്രീനിവാസനും കലാസന്ധ്യകൾക്ക് നേതൃത്വം വഹിക്കും. നഗരം ചുറ്റലോടെ 27-ന് വേല സമാപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ക്ലാസിക്കൽ പരിപാടികൾക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. പ്രശസ്തരായ ഒട്ടനവധി ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ മേഖലകളിൽ നല്ല പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രശസ്തരായ ആളുകൾ അവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മെഗാ ഇവൻറ്റ്സ് ഫെബ്രുവരി 23 മുതലാണ് തുടങ്ങുന്നത്. 24, 25, 26 എന്നീ ദിവസങ്ങളിലും ഈ പറയുന്ന മെഗാ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. താര സമൃദ്ധമായിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ ചലച്ചിത്ര താരം, പ്രൊഡ്യൂസർ എന്നീ സംഗീത സംവിധായകൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ് ഇപ്രാവശ്യം പാലക്കാടിന്റെ മണ്ണിലേക്ക് വരുന്നത്. പടിഞ്ഞാറയ്യാക്കര പ്രദേശത്തിന്റെ ഈ മണപ്പുള്ളി ഭഗവതി വേലയിൽ 21-ന് ഞങ്ങളുടെ ലൈറ്റിംഗ് സ്വിച്ച് ഓൺ കർമ്മവും കൂടി നടക്കുന്നുണ്ട്. ദീപാലങ്കാരം, 5 നില വേലപ്പന്തലാണ് ഇപ്രാവശ്യം നമ്മൾ ഈ 2025-ലേക്ക് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെബ്രുവരി 27-ന് വേലമഹോത്സവം തുടങ്ങിയാൽ ഫെബ്രുവരി 27 രാത്രി വരെയും അതിന്റെ ഉത്സവാഘോഷ പരിപാടികൾ നിറഞ്ഞു നിൽക്കും. പ്രസിഡന്റ് MJ അനീഷ്, കൺവീനർ രാജൻ TMT, ട്രഷറർ അനന്തകൃഷ്ണൻ, പ്രവീൺ കലാധരൻ, സുനീഷ് സുന്ദരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.